ഞാൻ സിനിമയിൽ അങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നസീറിനെ പോലെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള, അത് വെറുതെ കാണാനുള്ള ഇതല്ല പറഞ്ഞത്. 2 ലെൻസ് ജിജോൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ട്. ആ പടം എൻ്റെ ജിജോ ഷൂട്ട് ചെയ്തു. കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ ഉത്തുംഗരായ ആൾക്കാർ. അതെങ്ങനെ എന്തൊരു ഭാഗ്യമായിരിക്കുക. കുട്ടിച്ചാത്തൻ്റെ ഷൂട്ടിംഗ് സമയം. അപ്പോൾ എനിക്കൊരു കഥ ആലോചിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയം ഒന്നുമില്ല വാസ്തവത്തിൽ. മദ്രാസിലെ ഉതിരിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവുണ്ട്. അദ്ദേഹമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ മകളാണ് രമ്യ. അങ്ങനെ രമ്യ കൃഷ്ണനാവുന്നു. എൻ്റെ അച്ഛൻ ട്രക്ക് ഡ്രൈവറായിരുന്നു. കോഴിക്കോടാണ് അച്ഛൻ ജോലിയൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ ക്യാമറയിൽ ഇരുന്നിട്ട് ഞാനത് വാച്ച് ചെയ്യുമ്പോഴാണ് ഷാജി എൻ്റെ അടുത്ത് പിറകുന്ന ഇങ്ങനെ തോളിൽ കൈവച്ച് ഇങ്ങനെ ഒപ്പം നടന്നിട്ടാണ് പറയുന്നത്. എനിക്ക് മറക്കില്ല അതൊരിക്കലും. രഘു, ഞാൻ NFDCക്ക് ഒരു സ്ക്രിപ്റ്റ് പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതരുന്നത്. അന്നത്തെ തലമുറയിലെ അന്നത്തെ ആൾക്കാരിൽ ഭൂരിഭാഗം പേര് ആ പടം കണ്ടിട്ടില്ല. എത്ര രാഷ്ട്രീയ ഇത് കൊടുത്തു കഴിഞ്ഞാലും അതില്ല, കണ്ടിട്ടില്ല. കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കണ്ടത് ജപ്പാനിലെ ആൾക്കാരാണ്. ആ സിനിമയെക്കുറിച്ചൊക്കെ ആര് സംസാരിക്കാൻ എനിക്ക് ചിരിയ വരെ ഉള്ളിൽ. മലയാള സിനിമയിലെ മഹാകഥ പറച്ചിലുകാരിൽ ഒരാളായ രഘുനാഥ് പലേരിയാണ് കൂടെ. നമസ്കാരം. വിശേഷണം കേട്ടപ്പോൾ തന്നെ ശരി വന്നു അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ പലേരി എന്ന പേരിനെ കുറിച്ചാണ്. അതായത് എൻ്റെ ഒരു ബാല്യം കൗമാരം തൊട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് പലേരി. എനിക്ക് തോന്നുന്നത് അങ്ങയുടെ ഒരു പേരിൻ്റെ വേര് കുടികൊള്ളുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നതെന്നാണ്. ഉദാഹരണം പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ആ പ്രദേശങ്ങളുടെ ചുറ്റും പലേരികളാണ്, പലേരിമാരാണ്, പലേരി കുടുംബങ്ങൾ. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെയൊക്കെ പലരും പലേരിമാരാണ്. അപ്പോൾ അവർ എൻ്റെ കുട്ടിക്കാലത്ത് അവർ വാക്തർക്കത്തിൽ ഏർപ്പെടുന്നത് ഞാൻ കേൾക്കാറുണ്ട്. രഘുനാഥ് പലേരി ഈ പലേരിയാണോ അല്ല കോഴിക്കോട് പലേരിയാണോ എന്നാണ്. എന്താണ്, ഏത് പലേരിയാണ് എന്നൊന്ന് അവർക്ക് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ തലിച്ചാലം എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ആ പുഴ കടന്നിട്ടില്ല, ആ കവായി പുഴയുടെ സൈഡിൽ. അതെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എളമ്പച്ചി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, എളമ്പച്ചി ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഇപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് പോകണമെങ്കിൽ എളമ്പച്ചി ഇടത് ഭാഗത്ത് വരും, ഇത് വലത് ഭാഗത്ത്. പാലത്തിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ സമാനമായിട്ട് തന്നെ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ആ തറവാട്ടം നോക്കുമ്പോൾ തീവണ്ടി പോകുന്നൊക്കെ കാണാം. ഞങ്ങൾ തീവണ്ടി ശബ്ദം കേട്ട ഓടി ഗേറ്റിനടുത്ത് വരും. തീവണ്ടി ഇങ്ങനെ. ഇന്ന് പാലമൊന്നുമില്ല. പക്ഷെ അവിടുന്ന് വീട്ടിൻ്റെ മുമ്പിൽ നോക്കിയാൽ നമ്മുടെ എന്താ പറയുക കുതിര് എന്ന് പറയുന്നത്. കുതിര് കഴിഞ്ഞാൽ കുറച്ച് പാടങ്ങൾ, ഒരു തോടുണ്ട്, അത് കഴിഞ്ഞാൽ റെയിൽപാളായി. അപ്പുറത്ത് എളമ്പച്ചിയായി. അപ്പം ഞാൻ ശരിക്കും ജനിച്ചത് അമ്മയുടെ തറവാട് അവിടെയാണ്, തൃക്കരിപ്പൂര് തലിച്ചാലത്ത് പലേരി വീട്ടിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും. അവിടുന്ന് അച്ഛൻ കോഴിക്കോടാണ്, അതുകൊണ്ട് ഞങ്ങൾ വളർന്നത് കോഴിക്കോട്ടാണ്. പക്ഷേ എപ്പോഴും തൃക്കരിപ്പൂര് വീട്ടിൽ പോവും, തറവാട്ട് പോവും, എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും. വളർച്ചയൊക്കെ അവിടെ നിന്നാണ്. അവിടെയും കോഴിക്കോട്. ഇല്ല, ഞങ്ങൾ എനിക്ക് തോന്നുന്നത് 1ാം ക്ലാസ് മുതൽ പഠിച്ചതൊക്കെ കോഴിക്കോടാണ്. പക്ഷേ വർഷത്തിലൊരു 3-4 തവണ തറവാട്ടിലേക്ക് പോകും. കഴിയുന്നത്ര സമയം ചെലവഴിക്കും അവിടെ. അങ്ങനെ എത്രയോ കാലം ഇപ്പോഴും അത്യാവശ്യം എപ്പോഴും പോകുന്നു. അങ്ങനെ ഇപ്പോഴും ഈ കുടുംബ സംഗമങ്ങളുടെ കാലാണ്. അങ്ങനെ പോകുന്നുണ്ടോ? പലേരി തറവാട്ടിൽ കുടുംബ സംഗമം ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. ഇല്ല. പക്ഷെ പലേരി, അവിടുത്തെ പലേരിയായിട്ട് ബന്ധമുള്ള തിമിരി അവിടെയൊക്കെ കുടുംബ സംഗമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ധാരാളം പേരുണ്ട് പലേരി തറവാടിന് താവഴികളായിട്ട്. ഒരുപാട് കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട്. കരിവള്ളൂര്, ചീമേനി, എല്ലാ സ്ഥലത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പലരെയും കാണാറുണ്ട്. പലരും അമ്മ മാട്രിയാർക്കൽ സിസ്റ്റം ആണല്ലോ ആ കാലത്ത്. അപ്പോൾ അമ്മയുടെ താവഴിയായിട്ടുള്ള, അമ്മയുടെ അച്ഛൻ്റെ താവഴിയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. പിന്നെ കൺഫ്യൂഷൻ ആയത് എന്ന് പറഞ്ഞത് ഈ പാലേരി എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോടുണ്ട്. സാഹിത്യത്തിലും അതിനൊരു അത് പാലേരി എന്ന് പറയുന്നത് ഇവിടെ കുറ്റ്യാടിക്കടുത്ത് കക്കയത്തൊരു സ്ഥലമുണ്ട്. ഈ PALERI പലേരി എന്നാണല്ലോ നമ്മൾ എഴുതുക. ഇനി മലയാളത്തിൽ പലേരി എഴുതിയാലും പാലേരി എന്നാണ് ആൾക്കാർ ദീർഘിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ പാലേരി എന്ന് പറയും. അപ്പം ഞാൻ ചെറുതെ തമാശക്ക് പറയാറുണ്ട്, എനിക്ക് വേണ്ട,
പല ഞാൻ നിലത്താണ് കിടക്കാറെന്നൊക്കെ തമാശക്കിട്ട് പറയും. ആ പാ വേണ്ട, എനിക്ക് പലേരി വീട് ശരിക്കും തൃക്കരിപ്പൂർ ഭാഗത്താണ്. ഞാൻ ശരിക്കും തൃക്കരിപ്പൂർകാരനാണ് ബൈ ബർത്ത്. വളർന്നത് കൊണ്ട് കോഴിക്കോടാണ്. പിന്നെ പെരുന്തട്ട എന്നൊക്കെ പറഞ്ഞത് പെരുന്തട്ട അച്ഛൻ്റെ തറവാട്, അച്ഛൻ്റെ വീടൊക്കെ പെരുന്തട്ടയാണ്. അച്ഛൻ പെരുന്തട്ടയിലായിരുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ. അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ്റെ ഒരു സമയത്ത് അച്ഛൻ കോഴിക്കോട്ടേക്ക് വന്നു, കോഴിക്കോട് ജോലി ചെയ്തു. എൻ്റെ അച്ഛൻ ട്രക്ക് ഡ്രൈവറായിരുന്നു. കോഴിക്കോടാണ് അച്ഛൻ ജോലിയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് കോഴിക്കോട് അച്ഛൻ്റെ നാടാവുന്നത്. എനിക്ക് തോന്നുന്നു ആ കാലത്ത് അച്ഛൻ്റെ പെരുന്തട്ട ഭാഗത്ത് അച്ഛന് വലിയൊരു ധാരാളം ഭൂസ്വത്തൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അന്നത്തെ ഈ മരുമക്കത്തായ സമ്പ്രദായത്തിന് ആ ലെവലിലല്ല. അപ്പൊ അവിടെ അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അച്ഛൻ വിവാഹം കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം അവർ വേറെ വിവാഹം കഴിച്ചു. അങ്ങനെയൊക്കെ അവരുടെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നാട് വിട്ടു അവിടെ നിന്ന്. അങ്ങനെയാണ് പറയാം നമ്മൾ. അച്ഛൻ നാട് വിട്ടു, അച്ഛനോട് യാത്ര പോന്നു. അച്ഛൻ 3-ാം ദിവസവും 4-ാം ദിവസവും കോഴിക്കോട് എത്തി. അച്ഛൻ ഇവിടെ കൂടി. അങ്ങനെ പണ്ട് അച്ഛൻ നേരെ മറിച്ച് അച്ഛൻ ആ നാട് വിട്ടത് ബോംബെക്കോ മൈസൂരേക്കോ ആണെങ്കിൽ എൻ്റെ ലൈഫ് വേറെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും. പക്ഷെ അത് മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ പലപ്പോഴും. പലരും അങ്ങനെ എല്ലാവർക്കും അത് പറ്റാറില്ല. കാരണം താങ്കളെപ്പോലുള്ള ആളുകൾക്ക് അത് വേണമെന്നൊന്നുമില്ല, അങ്ങനെ ഒരു നാട്ടിലേക്ക് പോകണമെന്നോ സൂക്ഷിക്കണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും അത് എന്താണ് ഒരു വികാരം ഇങ്ങനെ നാടുമായും? ഇല്ല, ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എപ്പോഴും ചെറുപ്പകാലം വല്ലാത്തൊരു കാലമല്ല. ഞങ്ങളുടെ അമ്മയുടെ ഏട്ടന്മാർ, അനിയത്തിമാർ, ഇവരൊക്കെ നമ്മുടെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചൊരു പലരി തറവാടുണ്ടല്ലോ. ആ തറവാട്ടിലേക്ക് പോകുന്ന നമ്മൾക്ക് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. അവിടെ നമുക്ക് വേറൊരു ലോകമാണ് അത്. വൈകുന്നേരം 7 മണി 6-7 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. ആ കാലത്ത് അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഞങ്ങൾക്കുണ്ടല്ലോ. ഇപ്പോഴും എൻ്റെയൊക്കെ മനസ്സിൽ ആ തറവാടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എത്രയോ കസിൻ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ ലൈഫിൻ്റെ ഒരു എന്താ അടിക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെയല്ല ഇതിൻ്റെത്. അതൊരിക്കലും വിട്ടുപോയില്ലല്ലോ, മനസ്സൊന്നും വിട്ടുപോകുന്നില്ല. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞിരാമേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഞാനൊക്കെ വൈകിട്ടൊക്കെ അയളമ്പച്ചിയിൽ പോയിട്ട് അങ്ങനെ റെയിൽവേ ട്രാക്കിൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ പോകും. അദ്ദേഹം പാട്ടൊക്കെ പാടും. അങ്ങനെ വല്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ലോകം. അത്രയും അതിപ്പോഴും വലിയൊരു എന്താ പറയുക, വല്ലാത്തൊരു സ്നേഹം അതിനോട്. എൻ്റെ കുട്ടിക്കാലത്തോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അവിടെ നിന്ന് ഈ കഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു അടിവളായിരിക്കും അല്ലേ, ഒരു കഥയ്ക്കുള്ള ഈ ഒരു ബാല്യകാല ഓർമ്മകളും കണ്ടുമുട്ടിയ മനുഷ്യരും ഒക്കെ ആയിരിക്കില്ലേ പലപ്പോഴും കഥയൊക്കെ ആയി വരുന്നത്? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്യും, അങ്ങനെ വേണം പറയാം. എല്ലാം നിരീക്ഷിക്കും, പുറത്തുള്ളതൊക്കെ. അതൊന്നും ഇപ്പം ഞാൻ നിരീക്ഷിക്കുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്ന് പക്ഷെ അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. അല്ല അങ്ങനെ അതിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയണ്ടേ, ഒരു വാക്കിലൂടെ പറയണ്ടേ. അപ്പോൾ അങ്ങനെയായിരിക്കാം പലരും. ഞാനെല്ലാം കാണും, എന്തൊക്കെയോ മനസ്സിലേക്ക് വരും. ഒരു പക്ഷേ നമ്മൾ കാണുന്ന അതിൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമായിരിക്കാം അത്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒപ്പം നടക്കുന്ന ഒരാൾ കാണാത്ത വിധത്തിലായിരിക്കാം ഞാൻ കണ്ടിട്ടുണ്ടാവുക. ഒരു പെർസ്പെക്റ്റീവ് വേരിയേഷൻ എപ്പോഴും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന ആയിരിക്കും ഈ കഥയിലൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് പണ്ടേ എന്തൊക്കെയോ വരും മനസ്സിനകത്ത്. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആലോചനകൾ, ദൃശ്യങ്ങൾ, പലതിനെയും വേറൊരു ആംഗിളിലേക്ക് ഞാനിങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെ ഞാൻ കാണുന്നതൊക്കെ പല ആംഗിളുകളിലാണ്. ക്യാമറ ആംഗിൾ നമുക്ക് കാണാം, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും. എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാന്നൊക്കെ തോന്നും. ഇപ്പോഴും ഞാൻ കാണുന്ന അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോഴും ആ കുട്ടിക്കാലം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ട്, കുട്ടിത്തം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇല്ല, അങ്ങനെ സാധിക്കില്ല. നമ്മൾ കൊഴിഞ്ഞ് വാടുമ്പോഴാണ് ഇതൊക്കെ മാറ്റം വരുന്നത്. അതുവരെ നമ്മൾ ലൈവായിട്ട് നിൽക്കുകയാണെങ്കിൽ, ലൈവായിട്ട് നമ്മുടെ മനസ്സിൻ്റെ
തീക്ഷ്ണതയിൽ നമ്മളിങ്ങനെ ഒരു പുഷ്പം വികസിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തിനേയും അങ്ങനെ തോന്നും, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. പിന്നെ ഈ ബാല്യകാലം എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഒരു നീണ്ട കാലാണല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലം. അതെ, ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് എൻ്റെ ബാല്യകാലത്ത് തന്നെയാണ്. ബാല്യം അത് ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനും. അതെ 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 അതെ, നമ്മളവിടെ തന്നെയാണ്, ബാല്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ, അല്ലാതെ നമ്മളിപ്പോൾ ഇന്നത്തെ ബാല്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നതും ഞാൻ കാഴ്ചകൾ കാണുന്നതും ഞാൻ ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് കുട്ടിക്കാലത്ത് ചെയ്തത് അതേപോലെ തന്നെയാണ്. പക്ഷേ അതിന് അവരും മാറുന്നു, അവരുടെ അപ്പിയറൻസ് മാറുന്നു, അല്ലെങ്കിൽ ചിന്താ രീതികളും മാറുന്നു, എൻ്റെ ചിന്താ രീതികളും മാറുന്നു, അത്രയേ ഉള്ളൂ. അതിന് ഗൗരവത്തോടെ, വേറൊരു ഗൗരവത്തോടെ നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഏതെങ്കിലും അവസരത്തിൽ പഴയ സ്കൂളിൻ്റെ 5ാം ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രായത്തിലും ഞാൻ ചില പക്ഷേ ആ പ്രായത്തിലേക്ക് പോയിട്ട് അവരോട് സംവേദിക്കും. അതൊരു സുഖമല്ലേ, ആലോചിക്കാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. കൂടെ പഠിച്ച എൻ്റെ ഭാര്യയുടെ സ്മിതയുടെ ഒരു സുഹൃത്തിൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ 1 മുതൽ 5 ക്ലാസ് വരെ പഠിച്ച ആളാണ്. അയാളെ ഞാൻ അദ്ദേഹത്തിൻ്റെ അവരെ വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇവളോട് പറയുന്നത് എൻ്റെ ഭർത്താവ് ഇവരുടെ കൂടെ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പെട്ടെന്ന് കാണുമ്പോഴേക്കും ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് അവനെ മനസ്സിലായി. ആ സമയങ്ങളിൽ അവനോട് ചെലവഴിച്ച് ഞങ്ങൾ വരുന്നവരെ ഞാൻ 5ാം ക്ലാസ്സിൽ ഇരിക്കുക. ഭയങ്കര രസമൊക്കെ. അങ്ങനെ പിന്നെ അങ്ങോട്ട് വന്നോളൂ. സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് വളരെ ചെറിയ പ്രായത്തിലെ തിരക്കഥയൊക്കെ എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ് വേറൊരു അത്ഭുതം. എനിക്കൊന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമ വരുന്നത്, എഴുതുന്നത് ആദ്യത്തെ കഥ. ഇന്നത്തെ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ശരിയായ അക്ഷരവും മലയാളവും അറിയാത്ത ആളുകളാണ്. ഇതിപ്പോൾ തിരക്കഥ തന്നെ സിനിമക്ക്. ആ സ്ക്രിപ്റ്റ് ആദ്യം കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഇയർ തുടങ്ങി, ഫസ്റ്റ് ഡിഗ്രിക്ക് തുടങ്ങി. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴേക്കും ആ സ്ക്രിപ്റ്റൊക്കെ തീർത്തു. അതെനിക്ക് സിനിമയാക്കാൻ സാധിച്ചില്ല. അന്ന് സിനിമയാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് ഞാൻ നോവലറ്റായിട്ട് എഴുതി ആ കഥ അന്ന് കലാകൗമുദിയിൽ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ അതിനുശേഷം 25 കൊല്ലം കഴിഞ്ഞിട്ട് കമൽ എന്നോടൊരു തിരക്കഥ ചോദിച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ സിനിമയൊക്കെ വന്നു, കുറേ സിനിമകളൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ കമൽ എന്നോടൊരു സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോടൊരു കൗതുകത്തിന് ഈ കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട്. അന്ന് വന്ന സമയത്ത് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ് കഥ എന്ന്. അപ്പം ഞാൻ വീണ്ടും ആദ്യം എഴുതിയ കഥയാക്കി മാറ്റിയില്ലേ, ആ കഥയിൽ നിന്ന് വേറൊരു തിരക്കഥ ഉണ്ടാക്കി. മോശം കിട്ടി. ആ തിരക്കഥയാണ് മധുര നൊമ്പരക്കാറ്റ്. അപ്പോൾ 25 വർഷം എടുത്തു ആ തിരക്കഥ സിനിമയാവാൻ. പക്ഷെ തിരക്കഥയ്ക്ക് വ്യത്യാസമുണ്ട്. എല്ലാ ക്രിയേഷനും അങ്ങനെയാണ്. എൻ്റെ തുടക്കം എവിടുന്നെങ്കിലും ആയിരിക്കും, സാച്ചുറേഷൻ വേറെ എപ്പോഴെങ്കിലും അതിനൊന്ന് പൊട്ടി വിടരാനുള്ള ഒരു അവസരം കിട്ടുന്നത് വേറൊരു കാലത്തായിരിക്കാം. ആദ്യം എഴുതിയ തിരക്കഥയാണ് മധുര നൊമ്പരക്കാറ്റ്. വാസുല എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ നസീമയിലേക്ക് നസീമ സിനിമ അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു കോളേജൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ ഒരു നോവലറ്റ് എഴുതിയിരുന്നു ആ കോളേജ് കാലത്ത്. അന്ന് എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും അന്നത്തെ എഡിറ്റർമാർ മാതൃഭൂമിയിലെ എം വാസുവേട്ടൻ, പിന്നെ ജയേന്ദ്രൻ നായർ, കലാകൗമുദി, അദ്ദേഹമൊക്കെ അതൊരു VBC നായർ, അവരൊക്കെ ഭയങ്കര സൗഹൃദത്തിലുള്ള എഡിറ്റേഴ്സായിരുന്നു. ഭയങ്കര സൗഹൃദം. അത് എസ്പെഷ്യലി മാതൃഭൂമിയിൽ കൂടുതലും ഗോവിന്ദൻ ഉണ്ണി ആയിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ അടുപ്പാണ്. പിന്നെ ഒരു പിള്ള സാറുണ്ടായിരുന്നു ഒരു മാതൃഭൂമി തന്നെ. പിന്നെ കാനേഷ് പുനൂർ എന്ന് പറഞ്ഞ ചന്ദ്രികയുടെ വീട്ടിൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, വളരെ നല്ല സുഹൃത്താണ്. ചന്ദ്രികയിലാണ്. പിന്നെ കുഞ്ഞുണ്ണി മാഷ്, അങ്ങനെയൊക്കെയല്ല ഞങ്ങളവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കലാകൗമുദിയിലെ ഞാനൊരു നോവലറ്റ് എഴുതിയിരുന്നു, അരുന്ധതിയുടെ നഗരത്തിൽ. അത് വായിച്ച ഒരാൾ ആണ് എൻ്റെ അടുത്തേക്ക് ഒരു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട്, ഡയലോഗ് എഴുതാൻ വേണ്ടി വരുന്നത്. പക്ഷെ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടും അത് പടമായി മാറിയില്ല. കംപ്ലീറ്റ് ഒരു എക്സിക്യൂഷൻ ആയില്ല. എക്സിക്യൂഷൻ വെച്ചാൽ കുറേ ഷൂട്ട് ചെയ്തു, പിന്നെ അത് വന്നില്ല. അതിലൂടെ കിട്ടിയൊരു സൗഹൃദമാണ് ഒരു കണ്ണൂർ നിർമ്മൽ എന്ന് പറഞ്ഞ മിനർവ സ്റ്റുഡിയോയുടെ ഓണർ. നല്ലൊരു മനുഷ്യനാണ്, വളരെ നല്ലൊരു മനുഷ്യൻ. എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്.
അദ്ദേഹമാണ് രണ്ടാമത് എടുക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിൽ ഷെരീഫ് കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വരികയും അങ്ങനെ ഈ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് നസീമ എഴുതുന്നത്. പക്ഷെ അത് നസീമയുടെ ആദ്യത്തെ പേര് തമ്പുരു എന്നാണ്. തമ്പുരു. നെടുമുടി വേണുവൊക്കെ ഉണ്ട് അതിൽ. നെടുമുടി വേണു, മോഹൻലാൽ, നിത്യ, റാണി പത്മിനി അവരൊക്കെ അഭിനയിച്ച. പിന്നെ അതിൻ്റെ പേര് മാറ്റിയത് നസീമ എന്നാണ്. അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ അന്നത്തെ സിനിമകളിലൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇടപെടും ഈ ഇതിൻ്റെ വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ തമ്പുരു എന്നുള്ള റൈറ്റിനേക്കാൾ നല്ല നസീമയാണെന്നും പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിലെ സെൻട്രൽ ക്യാരക്ടറിൻ്റെ പേര് നസീമ എന്നാണ്. നായികയുടെ പേര് മാറ്റി, നായികയുടെ പേരാണ് നസീമ. അപ്പോൾ പടത്തിൻ്റെ പേര് നസീമ ചെയ്തു. അങ്ങനെ ഇറങ്ങി. അത് ആദ്യത്തെ സിനിമ, എൻ്റെ ആദ്യം റിലീസായ സിനിമ അതാണ്, നസീമയാണ്. പിന്നീട് ചാരത്തിലേക്ക് ഇപ്പോൾ പി എ ബക്കറിൻ്റെ ചാരത്തിലേക്ക് വന്നത്. പി എ ബക്കർ ഒന്നും അന്ന് തന്നെ വലിയ കബരി നദിയും ഇതൊക്കെ എടുത്തിട്ടുള്ള ഉള്ള സമയല്ലേ. ചാരത്തിലേക്ക് ഞാൻ വരുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. ഞാൻ അതിനിടയ്ക്ക് ഞാൻ മദ്രാസിലേക്ക് പോയി. ഞാൻ കുറേ തമിഴ് പടങ്ങളിലും മലയാളത്തിൻ്റെ ചെറിയ ചെറിയ പടങ്ങളിലൊക്കെ കുറേ വർക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലം, 2 വർഷത്തോളം. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാട്ടോഗ്രാഫർ. അദ്ദേഹം ഇപ്പം ഇല്ല, സാധ്യ സിനിമാട്ടോഗ്രാഫറായിരുന്നു. എൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ കൂടുതലും ആ കാലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചില പടങ്ങളിലൊക്കെ, തമിഴ് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു തവണ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫി സൈഡൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ചൊക്കെ. അപ്പോൾ മിച്ചൽ ക്യാമറയെ പറ്റി ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിച്ചൽ ക്യാമറ. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സ്റ്റുഡിയോയിലൊക്കെ മിച്ചൽ ക്യാമറ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവനറിയാം. അപ്പോൾ അദ്ദേഹം എന്നെ പെട്ടെന്ന് ദിവസം വിളിച്ചിട്ട് എന്നോട് പെട്ടെന്ന് ദിവസം പറഞ്ഞു, ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ രഘുവിന് മിച്ചൽ ക്യാമറയിൽ വർക്ക് ചെയ്യണമെന്നെങ്കിലും ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് പി എ ബക്കറിൻ്റെ ഒരു പടമുണ്ട്, അതിൽ നസീറാണ് അഭിനയിക്കുന്നത്. സ്ക്രിപ്റ്റ് ആയിട്ടില്ല. പെട്ടെന്ന് 2 ദിവസത്തേക്ക് നസീർ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം സബ്ജക്റ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, 2 ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് വേണം ഇല്ലാതെ. അപ്പോൾ എൻ്റെ അടുത്ത് അതൊക്കെയാണ് എൻ്റെ അന്നത്തെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു രീതിയിൽ അത് അവർ അവെയറാണ് അതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ മിച്ചലിൽ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആ കഥയുടെ ഒരു ഭാഗം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സീക്വൻസ് എൻ്റെ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ 2 ദിവസത്തേക്കുള്ള സീക്വൻസ് ഞാൻ എഴുതി കൊടുത്തിട്ട് മിച്ചലിൽ വർക്ക് ചെയ്തു. സത്യ സ്റ്റുഡിയോയിലായിരുന്നു. അങ്ങനെയാണ് ചാരത്തിൽ ഇൻവോൾവ്. പിന്നെ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, അവിടെ ഷൂട്ട് ചെയ്തു, ചാരം റിലീസ് ആയി. ഇപ്പോൾ ചാരത്തിൻ്റെ ഞാൻ ഓർക്കാൻ കാരണം, ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ TV ചന്ദ്രേട്ടനുമായിട്ടൊരു ഇൻ്റർവ്യൂ ഇതുപോലെ നടത്തിയിരുന്നു. അപ്പോൾ ചന്ദ്രേട്ടൻ പറഞ്ഞു, ഞാൻ നസീറിനെ ആദ്യമായി കണ്ടത് ബക്കറൊക്കെയുടെ ചാരത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു. അന്നത്തെ ഡബ്ബിങ്ങിനെ കുറിച്ച് പറയുകയാണ്, പി എ ബക്കറിനെയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഡബ്ബിങ് സ്ഥലത്ത് നസീർ എത്തുന്നതിന് മുമ്പേ ഭക്ഷണം എത്തും. അപ്പോൾ അന്നത്തെ ഡബ്ബിങ് സ്റ്റുഡിയോയിലെ ആളുകൾ ഒക്കെ വീട്ടിൽ നിന്ന് അന്ന് ഭക്ഷണം കൊണ്ടുവരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നസീറിൻ്റെ ഒരു രീതികൾ എന്നൊക്കെ. നസീർ അസാധാരണ മനുഷ്യ സ്നേഹിയാണ്. ഞാൻ സിനിമയിൽ അങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നസീറിനെ പോലെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള, അതായത് വെറുതെ കാണാനുള്ള ഇതല്ല പറഞ്ഞത്, ഇപ്പോൾ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും എല്ലാം ഹി വാസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി. എനിക്ക് യാതൊരു മടിയില്ല അത് പറയാൻ, കാരണം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം മേക്കപ്പ് ഇല്ലാതെയാണ് അഭിനയിക്കുന്നത്. ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു കൂളായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ബക്കറിന് ഡേറ്റും കൊടുത്തു. ബക്കർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബക്കറിന്. വളരെ സ്നേഹമാണ്, വളരെ ഫ്രണ്ട്ലിയാണ് എൻ്റെ അടുത്ത്. വളരെ അങ്ങനത്തെ ഒരു അപൂർവ വ്യക്തിത്വമാണ് അദ്ദേഹമൊക്കെ. ഞാൻ അങ്ങനെ കാണും. അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ കാലം ചിലവഴിക്കുകയൊന്നും ചെയ്തില്ല. ഉള്ള സമയം അദ്ദേഹം എനിക്ക് തന്ന ഒരു പ്രകാശമുണ്ട് ബക്കർ. അദ്ദേഹം ചിരി തന്നെ ഭയങ്കര രസമാണ്. ആ പ്രകാശം അത് അസാധ്യമായ സംഗതിയാണ്. അപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കഥ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പകുതിക്ക് ശേഷമുള്ള ഭാഗം ഉണ്ടാക്കി അതൊന്നൊരു തിരക്കഥ ഉണ്ടാക്കി അതിൻ്റെ 2 ദിവസം ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. നസീറാണ് വരുന്നത് എനിക്കറിയാം. നസീറിന് എനിക്ക് മിച്ചൽ ക്യാമറയാണ് അതിൽ എൻ്റെ കൗതുകം. പിന്നെ അതുകൂടാണ്ട് ഹേമൻ്റെ ഒരു താല്പര്യം. ഹേമൻ എൻ്റെ വെള്ളമെടുത്ത ഫ്രണ്ട്.
ഹേമനോടൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾക്കൊരു എന്താ പറയുക, ഒരു സെപ്പറേഷൻ ഒന്നുമില്ല. ഹേമനും ഞാനും, ഹേമൻ എന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോഴതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ബക്കർ എന്നെ കൊണ്ടൊരു ഷോട്ട് എടുപ്പിച്ചിരുന്നു. 2 ഷോട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞിരുന്നു. മിച്ചൽ ക്യാമറ വെച്ച് 2 ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ. അത് ബക്കർ എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. അത് ബക്കറിന് അത്രയും സ്നേഹം ഉണ്ടായിട്ടാണ്. ആ ഷോട്ട്സൊക്കെ ഇങ്ങനെ ഡിവൈഡ് ഇങ്ങനെ പറഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ ഷോട്ട് നീ എടുക്കും, ഒരു ഷോട്ട് നീ എടുക്കും, അടുത്ത ഷോട്ട് നീ എടുക്കും. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യം എടുത്ത ഷോട്ട് നസീറിൻ്റെ ഒരു ക്ലോസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ക്യാമറയിലൂടെ നോക്കിയിട്ട്, മിച്ചൽ ക്യാമറയിലൂടെ നോക്കിയിട്ട്, മിച്ചലിൻ്റെ ഒരു പാരലക്സ് വിഷനാണ്, അതിൻ്റെ വ്യൂ ഫൈൻഡർ ഡിഫറെൻ്റാണ്. നമ്മൾ കാണുന്നത് ലേശം വ്യത്യാസമുണ്ടോ, പാരലക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഷോട്ട് ഞാൻ എടുത്തത് നസീറിൻ്റെ ഒരു ക്ലോസ് ആണ്. നസീർ അറിയാതെ, നസീർ വളരെ സന്തോഷത്തോടെ എനിക്ക്. പിന്നെ ഒരു വൈഡ് എടുത്തത്. ഈ 2 ഷോട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ഡയറക്ടർ എന്നൊക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളുടെ തോളത്ത് കയറ്റി നിൽക്കുകയാണ് എടുക്കിട്ട്. അത് ഇതൊക്കെ എവിടുന്ന് കിട്ടാണ് ആ സന്തോഷം, ആ സ്നേഹമൊക്കെ ഭയങ്കര ഇൻവോൾവ്മെൻ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാൻ വിശന്ന് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഓടുകയാണ്. ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പ്ലേറ്റിൽ ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ തോളത്തൊരാൾ കൈവയ്ക്കുകയാണ്. അത് നസീറാണ്. നസീർ ഒന്ന് തോളത്ത് കൈവച്ച് കാണുമ്പോഴാണ് ഞാൻ നസീറാന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം എന്ത് സൗമ്യമായിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ഈ ഷോട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ഇങ്ങനെ തോളിൽ കേട്ട് ഇങ്ങനെ നടന്നു. അദ്ദേഹം ആ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, അതിന് വരാൻ പോകുന്ന ഭാഗങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ആലോചിക്കുന്നത് തന്നെ അല്ലേ. അത് ബക്കറിനറിയാം. വല്ലാത്തൊരു സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞു, പിന്നെ എഴുതി കൊടുത്തു. അദ്ദേഹം അവർ ഷൂട്ട് ചെയ്ത് പോയി. എല്ലാ ലൊക്കേഷനും ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നെ ബക്കർ ഒരു ദിവസം എൻ്റെ കൂടെ എന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നിരുന്നു, കോഴിക്കോട്. ബക്കർ എനിക്കൊരു പടം ഓഫർ ചെയ്തിട്ട് വന്നായിരുന്നു. ബക്കറിന് വന്ന പടം ബക്കർ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ആർക്കെങ്കിലും അറിയോ? കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട, അത് അദ്ദേഹത്തിനെ ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ ആ വന്ന വരവ് അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വന്ന വരവും അദ്ദേഹത്തിനൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബക്കർ എങ്ങനെ കോഴിക്കോട് ചേവായൂരുള്ള എൻ്റെ വീട്ടിൽ എത്തിയെന്നൊന്നും പോലും എനിക്കറിയില്ല. ഒരു നല്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അങ്ങനെ പറയുന്നത് വളരെ സന്തോഷത്തോടെ. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്കെച്ച് തന്നെ അങ്ങനെയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം ഒരു സാധാരണ പ്രൊഡക്ഷൻ ബോയ് ആയി തുടങ്ങി. എനിക്ക് അദ്ദേഹത്തെ പറ്റി അധികം ഒന്നും അറിയില്ല, അധികം വായിച്ചിട്ടും ഇല്ല അദ്ദേഹത്തെ കുറിച്ച്. പക്ഷെ അതിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മണിമുഴക്കൊക്കെ ഒന്ന് പടമൊക്കെ ഞാൻ വളരെയേറെ പ്രവർത്തനങ്ങളുണ്ട്. കോളേജ് പഠിക്കുമ്പോഴെല്ലാം അതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അതുകൊണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് എനിക്ക് മനുഷ്യരുടെ ഒരു എനിക്ക് ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ ഉത്തുംഗരായ ആൾക്കാർ. അതെങ്ങനെ എന്തൊരു ഭാഗ്യം അല്ലാതെ എന്താ നമ്മൾ പറയാ. എന്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയൊരു അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങളുടെ അതെല്ലാം മഹാഭാഗ്യം. മറ്റൊന്ന്, ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനെ ഇന്ന് ആലോചിക്കുമ്പോൾ പോലും ഒരു അത്ഭുതമാണ്, വേറൊരു അത്ഭുതമാണ്. കാരണം കുട്ടികളുടെ ഇപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ ബാല്യം ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു കുട്ടിക്കാലം, ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്നത് ഈ കുട്ടിച്ചാത്തനാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ കുട്ടിച്ചാൻ. ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയല്ലേ അല്ലേ? അതെങ്ങനെയാണത് കുട്ടികൾക്ക് വേണ്ടി അത് ഭാവന ചെയ്യുക? കുട്ടിച്ചാത്തനും ഞാൻ ആദ്യം കുട്ടിച്ചാത്തൻ തിരക്കഥ എഴുതാൻ വേണ്ടാന്ന് തീരുമാനിച്ച ഒരാളാണ്. അത് ജിജു നവോദയയുടെ മകൻ, അപ്പച്ചൻ്റെ മകൻ ജിജു ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ മുകളിലാണ്. അവരുടെ ജിജുയുടെ ഒരു എൻതൂസിയാസം, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് 3D സിനിമ എടുക്കുക എന്നുള്ളത്. അത് പല കാരണങ്ങൾ കൊണ്ടും നമുക്കതിലേക്ക് പെട്ടെന്ന് ചാടിക്കയറാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെറിയ നിസ്സാര പടങ്ങളിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അതിന് സമയം കൊടുത്ത് ഒരു സമയം ഞാൻ പറഞ്ഞു. അവനോട് എപ്പോഴാണ് ഫ്രീ ആവുമെന്ന് വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഏതാണ്ട് കണക്കൂട്ടി സമയം പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം വന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് പപ്പയും അനിയനും എല്ലാവരും കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഞാൻ എറണാകുളത്തൊരു ഹോട്ടലിൽ നിന്നിട്ട് വേറൊരു പ്രൊഡക്ഷൻ സംസാരിക്കുകയായിരുന്നു. അവിടേക്കാണ് അദ്ദേഹം കയറി വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് പോയി. അപ്പോൾ പിന്നെ ഞാൻ സമ്മതിച്ചു.
സമ്മതിച്ചു. അങ്ങനെയാണ് അത് എഴുതി വരുന്നത്. അത് കുട്ടികൾക്ക് വേണ്ടി അല്ല, കുട്ടികളല്ല ഞാൻ ആസ്വദിച്ചത് തന്നെയാണ്. അതെ, ഞാനൊരു കുട്ടിയായിട്ട് അങ്ങോട്ട് എഴുതി. കുട്ടിച്ചാത്തനായിട്ട് അങ്ങ് എഴുതി. രസം അത്. അല്ല, അതൊരു കുട്ടിത്തമുള്ള ചിത്രം എന്നതിനപ്പുറത്ത് ഇപ്പം 80കളിലും 90കളിലും ഒക്കെയുള്ള നമ്മളെ പോലുള്ള കുട്ടികളുടെയൊക്കെ ഒരു ഹീറോ എന്ന തലത്തിനും അപ്പുറത്തേക്ക് മലയാള സിനിമയുടെ തന്നെ ഒരു ഹിസ്റ്ററിയിൽ ഒരു സ്ഥാനമുണ്ട് ആ സിനിമയ്ക്ക്. അങ്ങനെ കൂടി നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടി വരും. അതൊരു സാക്രിഫൈസ് പോലെ ഒരു ഡിവൈൻ പ്രോജക്റ്റ് ആയിരുന്നു. അത് വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്തൊരു പടമല്ല. ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു പിറകില്. അത് പലർക്കും ടെക്നീഷ്യൻസിന് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവുമായിരിക്കും, പക്ഷേ പല ആൾക്കാർക്കും മനസ്സിലാവില്ല. ഉദാഹരണം, അത് പലപ്പോഴും ജിജോ അതൊന്നും പറയണമെന്നില്ല. ജിജോൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ജിജോ ഒരു ഡിഫറെൻ്റ് പേഴ്സണാലിറ്റിയാണ് ജിജോ. അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല. പതിവില്ലാത്ത ആളാണ് അത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം, പുറത്തറിയണം അവരെങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെയുള്ള വലിയൊരു റിസർച്ച് വർക്കാണ് അത്. വളരെയേറെ അധ്വാനം ഉണ്ടായിരുന്ന പിറകിൽ. പിന്നെ അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അത്രയും ശക്തമായ ഒരു 3D കണ്ടിട്ടില്ല അവർ ചെയ്തത്. ഇപ്പോൾ എത്രയോ ഡിജിറ്റൽ ഇപ്പോൾ 3D ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അത്രയും ഒരു സുഖം തോന്നി, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു 3D എനിക്ക് അന്നത്തെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ടെക്നീഷ്യൻസ് അതിൻ്റെ ഫോട്ടോഗ്രാഫി സൈഡ്, അതിൻ്റെ ഡയറക്ഷൻ സൈഡ്, ഫോട്ടോഗ്രാഫി ചെയ്ത എന്താണ് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര്. അസാധാരണമായ ഫോട്ടോഗ്രാഫി അതിൻ്റെ അശോക് കുമാർ, അശോക് ജി ഞങ്ങൾ വിളിക്കും. അദ്ദേഹമാണ് ലൈറ്റിംഗ്, അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫർ. സ്റ്റീരിയോഗ്രാഫർ ഒരു അമേരിക്കക്കാരനാണ്. പിന്നെ അതിന് 2 ലെൻസ് ജിജോൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളൂ. 2 ലെൻസ് വെച്ചിട്ടാണ്, വെറും 2 ലെൻസ് വെച്ചിട്ടാണ് ആ പടം എൻ്റെ ജിജോ ഷൂട്ട് ചെയ്തത്. അവർ ക്യാമറാമാൻ അത് മനസ്സിലാവും, സിനിമാറ്റോഗ്രാഫർ മനസ്സിലാവും. അതാണ് അത്. കൊട്ടാരക്കര ശ്രീധരൻ നായരല്ലേ മന്ത്രവാദിയല്ലേ? കൊട്ടാരക്കര ശ്രീധരൻ നായർ. പിന്നെ അതിനകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ സംഗതികളും ക്യാമറയുടെ മുൻപിൽ റിഗ് ചെയ്തതാണ്. ഒരു സ്പെഷ്യൽ ഇഫക്ട്സ് ഇല്ല അന്നത്തെ കാലത്ത്. സ്പെഷ്യൽ ഇഫക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ക്യാമറയുടെ മുൻപിൽ ചെയ്തതാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് എന്താണോ തിരശ്ശീലയിൽ അന്ന് വരേണ്ടത് അതെല്ലാം ക്യാമറക്ക് മുന്നിൽ കാണിച്ച് ഒന്നും കൂട്ടിച്ചേർക്കുന്നതല്ല. ഒരു ഗ്രാഫിക്, അന്ന് ഗ്രാഫിക് ഇല്ല, ഇവിടെ പോസിബിലിറ്റി ഇല്ല. ഗ്രാഫിക് ഉണ്ടായിരിക്കാം 3Dൻ്റെ, പക്ഷെ അന്ന് ഇവിടെ അത് അവൈലബിൾ, ഇവിടെ അതില്ല. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് തന്നെ എല്ലാം ജിജോ എല്ലാം ഇരുന്ന് അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. ജിജോ ഉണ്ടാക്കിയ ഒരു 4-5 പേരുടെ ടീം. അതിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അത്രേ ഉള്ളൂ. പിന്നെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ഞാനുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ക്രെഡിറ്റ് അല്ല, ഞാനത് ആസ്വദിച്ചതാണ്. അത് ഞാൻ പറഞ്ഞ ഒരു വല്ലാത്തൊരു സൗഹൃദമായിരുന്നു. ഇറ്റ് വാസ് എ സബ്ലൈം മിഷൻ. അതിന്റെ ഗുണമുണ്ടായി. ഏത് കാലത്താണ് ഇന്നും ഏത് കാലത്ത് ഓർക്കപ്പെടുന്നത്? അതെ, ഇന്നും അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പടം വന്നിട്ടില്ല. അല്ലെങ്കിൽ ടെക്നോളജി എന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അത് എത്ര വർഷമായി ഇത് തന്നെ ഹിന്ദിയിൽ എടുത്തിട്ട് പോലും വിജയിച്ചിട്ടില്ല. അതെന്താ വെച്ചാൽ ഇപ്പൊ അന്ന് ഇത് മൾട്ടി ലാംഗ്വേജ് ആയിട്ട് ചെയ്തതാണ്. അതായത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഡബ് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ സ്ക്രിപ്റ്റ് പോലും ഞാൻ ഡിസൈൻ ചെയ്തത് മറ്റ് ഭാഷകളുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. ഒരു നാഷണൽ എന്താ പറയുക, ഒരു പാൻ ലാംഗ്വേജ്. അതെ 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 അതെ. പക്ഷെ അന്ന് നമ്മളെ മനസ്സിൽ ഈ പാനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ 80കളിൽ 90കൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അങ്ങയുടെ ഒരു തിരക്കഥ ഇങ്ങനെ നമ്മൾ ദോശ ചുടുന്ന പോലെ ആണ്. അതായത് ഇങ്ങനെ കല്ലെപ്പോഴും അവിടെ റെഡിയാണെന്ന പോലെയാണ്. കാരണം ഇപ്പം വൈഡർ കുട്ടിച്ചാത്തൻ വരുന്നു, അത് കഴിഞ്ഞ ഉടനെ തന്നെ നേരം പുലരുമ്പോൾ 1 മുതൽ 0 വരെ ഇങ്ങനെ അല്ലേ, അങ്ങനെ ഒരു ഇങ്ങനെ ദോശക്കല്ല് എപ്പോഴും റെഡിയായി നിൽക്കുന്ന ഒരാളെ പോലെയാണ് ഉള്ള ഒരാളാണ് എനിക്ക് രഘുനാഥ് പലേരി. അത് കേൾക്കും. കാരണം ഒരു വർഷം കഴിയുമ്പോൾ ഒരു തിരക്കഥ ഇട്ടിരിക്കുന്നു, മറ്റേ തിരക്കഥ ഇട്ടിരിക്കുന്നു, അങ്ങനെ വരികയാണ് സിനിമയിലേക്ക്. അതൊരു വല്ലാത്തൊരു കഥ പറച്ചിലിൻ്റെ ഒരു കഥയുടെ ഇങ്ങനെ അത്രയ്ക്കും നിറഞ്ഞ ഒരു കഥാസരിസാഗരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രഘുനാഥ് പലേരിയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ അതിന് ഈ മമ്മൂട്ടി മോഹൻലാലിനെ വെച്ചിട്ടുള്ള കുമാരേട്ടൻ്റെ സിനിമ നേരം പുലരുമ്പോൾ, അത് രമ്യ കൃഷ്ണൻ ആദ്യമായിട്ട് വരുന്നു. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പ്രിൻ്റോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോലും കാണാനില്ല. എവിടെയാണ് നേരം പുലരുമ്പോൾ, ഒരു സ്റ്റില്ല് കിട്ടിയാലായി എന്നുള്ളതാണ്. അതെ, ഞാനും എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു
പണ്ടൊരു വീഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു, VHS ഉണ്ടായിരുന്നു അല്ലേ? കാസറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടെയോ അത് ആർക്കോ കൊടുത്തുപോയി. ആ നമ്മളിത് ഇങ്ങനെ കാലം കുറെ കഴിയുമ്പോൾ ഇത് സൂക്ഷിക്കണമെന്നോ ചിന്തയൊന്നും ഇല്ലല്ലോ. അത് എൻ്റെ ഒരു മാതൃഭൂമിയിൽ വന്നൊരു കഥയാണ്, 3 ലക്കമായിട്ട് വന്ന കഥയെന്ന് ആ തിരക്കഥ ഉണ്ടാക്കിയതാണ്. ഒരു നാൻസി റൊസാരിയോ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ കഥയായിട്ട് അതിലെല്ലാവരും അത് ആ കഥ ഇഷ്ടപ്പെട്ടിട്ടാണ് KP കുമാരൻ അദ്ദേഹം എന്നെ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഫിനിഷിങ്, കഥയുടെ ഒരു ക്ലൈമാക്സ് ഒക്കെ വേറെ ആയിരുന്നു. അദ്ദേഹം ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു KP കുമാരന്. അദ്ദേഹത്തിൻ്റെ അതിഥി നിറപ്പടം ആദ്യകാലത്തൊക്കെ അതൊരു ക്ലാസിക് പടമായിരുന്നു. ഞങ്ങൾ കോളേജ് കാലത്താണ് ഈ സ്വയംവരമൊക്കെ ഇറങ്ങുന്ന ആ സമയത്താണ് സ്വയംവരം ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ലെവലിൽ നമ്മൾ സിനിമ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെ ഈ സിനിമ കൊണ്ട് സിനിമ വിജയിക്കുക ഇതൊന്നും എനിക്ക് അറിയില്ല വാസ്തവത്തിൽ. ഞാൻ ഈ സിനിമ 1 മുതൽ 0 വരെ ഇറങ്ങിയപ്പോഴാണ് ഈ തിയേറ്ററിൽ ഹോൾഡ് ഓവർ ആവുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പഠിക്കുന്നത്. പടം തിയേറ്ററിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്തമുണ്ടല്ലോ, സംവിധായകൻ കൂടിയാണല്ലോ. അതെനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് അറിയില്ല, ആദ്യകാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. സിനിമ ഇറങ്ങുന്നു, തിയേറ്ററിൽ ഇറങ്ങുന്നു, തിയേറ്ററിൽ ആൾക്കാർ പോയി കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണത്. കുമാരൻ്റെ ഈ പടം ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. അദ്ദേഹം ഷൂട്ട് ചെയ്തു. ഷൂട്ടിങ്ങിൽ കുറച്ച് ദിവസമൊക്കെ ഞാനുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു, അനുഭവമായിരുന്നു. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, രമ്യ കൃഷ്ണൻ വരാൻ കാരണം രമ്യ കാസ്റ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിനെ ഏതൊരു പുതുമുഖത്തെ കണ്ടുപിടിച്ചാണ്. അത് ശരിയായിട്ടില്ല. അപ്പം എന്നോട് രമ്യ കുമാരൻ ചോദിച്ചു ഒരാളെ കിട്ടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മദ്രാസിലെ ഉതിരിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവുണ്ട്, അദ്ദേഹത്തിന് എൻ്റെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൃഷ്ണൻ്റെ മകളാണ് രമ്യ. അങ്ങനെ രമ്യ കൃഷ്ണ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഞാൻ പോയി കണ്ടു. എനിക്കിഷ്ടമായി ആ ക്യാരക്ടറിന്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു, അവരെ കണ്ടു. കുമാരന് അത് ഇഷ്ടമായി, അവിടെ വന്നു. ആദ്യത്തെ പടം രമ്യകൃഷ്ണൻ്റെ ആദ്യത്തെ പടമാണ് നേരം പുലരും. പിന്നെ അവര് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അവരായിട്ട്. ഞാൻ കുറച്ചു കാലമൊക്കെ അവരെ കണ്ടിരുന്നു, ഇടക്കിടക്കൊക്കെ മദ്രാസൊക്കെ കാണും. പിന്നീട് അവരവരുടേതായ വഴികളിലേക്ക് പോയി, ഞാൻ എൻ്റെതായ ഇപ്പൊ കണ്ടു കുറെ കാലമായി. ഇതിപ്പോ കണ്ടാൽ തിരിച്ചറിയുന്ന പോലും എനിക്കറിയില്ല. അവരുടെ മനസ്സിലത് ആദ്യത്തെ സിനിമ മലയാളത്തിൽ നല്ല അസാധ്യ ആക്ട്രസ് ആണ്. അസാധ്യ ആക്ട്രസ് ആണ്. എനിക്ക് ആഗ്രഹമുണ്ട് അവരെ കാണണം. ഈ 1 മുതൽ 0 വരെ അതൊരു അപാര സിനിമയായിരുന്നു. അതായത് അന്നത്തെ ഒരു കഥ പറച്ച രീതിയിലൊരു വേറൊരു ഈ പിന്നീട് മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു തരം ഫീല്. കഥാനായകൻ ഒരു കമ്പ്യൂട്ടർ ഒരു ടെലിഫോൺ അങ്കിളായിട്ട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്നത്, ഈ അമ്മയും മകളുടെയും ഇടയിലേക്ക് അയാൾ വരുന്നത്, അത് മാഞ്ഞു പോകുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലുള്ള സിനിമയാണ് അത്. ഇന്നും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കഥയെന്ന രീതിയിലും നമ്മൾ വല്ലാതെ ബാധിക്കുന്ന ഒരു സ്ത്രീകളുടെ ഒറ്റപ്പെടൽ, അതും ഒരു പെൺകുട്ടി, അമ്മ, അതിൻ്റെ ഇടയിൽ ഒരു പുരുഷൻ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സങ്കല്പ. കുട്ടിച്ചാത്തന് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എന്നോട് മനോരമ വാർഷിക പതിപ്പിൻ്റെ മനോരമയിലുള്ള മണർക്കാട് മാത്യു സാറ്, അദ്ദേഹം എന്നോട് മനോരമയുടെ വാർഷിക പതിപ്പ് ഇറങ്ങാൻ പോവാണ്, അതിലൊരു നോവലറ്റ് വേണമെന്ന് പറഞ്ഞ് എനിക്ക് കത്തയക്കുന്നത്. അന്നത്തെ കാലത്ത് കത്തുകളാണല്ലോ. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലാണ്, കുട്ടിച്ചാത്തൻ്റെ ഷൂട്ടിംഗ് സമയമാണ്. അപ്പോൾ എനിക്കൊരു കഥ ആലോചിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ ഒന്നുമില്ല വാസ്തവത്തിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു, ഇത്തവണ ഞാനില്ല, ഞാൻ ഇങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്, അപ്പോൾ എഴുതാൻ സാധിച്ചു വരില്ല, അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞു. വാർഷികത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നൊക്കെ ഞാൻ എന്തോ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് എഴുതി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു രക്ഷയില്ലാതെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കിട്ടിയേ പറ്റൂ, പേജുകൾ ഞാൻ വിട്ടുവയ്ക്കും, ആവശ്യമുള്ള പേജ് എത്രയെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി അയച്ചു. ഈ മറുപടി ജിജോ കണ്ടു. അപ്പം ജിജോ എന്നോട് പറഞ്ഞു, രഘു എഴുതിക്കൂടെ, സമയം ഈ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഞാൻ സമയം തരാം, എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സമയം തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു കഥ എഴുതുന്നത്. ആകാശത്തേക്കൊരു ജാലകം എന്നാണ്. അത് എഴുതി.
എഴുതി കഴിഞ്ഞിട്ട് ആ കഥ അയച്ചു കൊടുത്തു, പബ്ലിഷ് ചെയ്ത് വന്നു. അത് പിന്നീട് കന്നഡയിൽ ആകാശജാലക എന്ന് പറഞ്ഞിട്ട് പരിഭാഷപ്പെടുത്തി വന്നിരുന്നു. കന്നഡയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജൊക്കെ ഉണ്ട്, കത്തുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുന്നതിനിടയിൽ ഒരു ഷൂട്ടിംഗ് ദിവസമാണ് ഞാനും കൂടെ ഒരുപാട് ഇൻവോൾവ് ആയ ഒരു ഭാഗം കഴിഞ്ഞപ്പോഴാണ് ജിജു എന്നോട് പറയുന്നത് അടുത്ത പടം താൻ ചെയ്യും എന്ന് പറയുന്നത്. അത് ജിജോയുടെ ഒരു ഗിഫ്റ്റാണ് വാസ്തവം. അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് പടം റിലീസായി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ആ അടുത്ത പ്രോജക്റ്റിനെ പറ്റി ഇവർ ചിന്തിക്കുന്നതും ജിജോ എന്നോട് ചോദിക്കുന്നതും എന്തായി നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് കഥ പറയാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ ജിജോയോട് ഈ കഥ പറഞ്ഞു. അപ്പോൾ ജിജോനത് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നു. അങ്ങനെയാണ് 1 മുതൽ 0 വരെ ഇറങ്ങുന്നത്. അതിൻ്റെ കഥയുടെ നോവലറ്റിൻ്റെ പേര് ആകാശത്തേക്കൊരു ജാലകം. പക്ഷേ ഈ ടെലിഫോൺ ആണ് അതിലെ മെയിൻ ക്യാരക്ടർ. അങ്ങനെയാണ് 1 മുതൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പടം 1 മുതൽ 0 വരെ എന്ന് പറയുന്ന പടത്തിൻ്റെ കാരണക്കാരൻ ജിജോ തന്നെയാണ്. എന്നെ നിർബന്ധിച്ചിട്ടാണ് അതിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? അയാളെ നിർബന്ധിക്കാൻ കാരണം ഞാൻ 2 ദിവസം ഞാൻ അമ്മയെ കാണാൻ വന്നിരുന്നു കോഴിക്കോട്ടേക്ക്. തിരിച്ചു പോയതിൻ്റെ ഇടയിലാണ് പിന്നീട് ഉള്ള ഷൂട്ടിങ്ങിനിടയിലാണ് ഞാൻ ഇതൊക്കെ ഒത്തിരി ഇൻവോൾവ് ആവേണ്ടി വന്നത് പടത്തിൽ കുറച്ചും കൂടെ കാര്യമായിട്ട്. അപ്പോൾ അമ്മേനെ കാണാൻ വന്നതും കൂടെ ഒരു കാരണമാണ്. അങ്ങനെയൊക്കെയാണത്. ഇത് ഓരോ സിനിമ സംഭവിക്കുന്നതിന്റെ പിറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ട് എന്തിലും. ഈ ഷാജിനാണ് അതിലെ ക്യാമറ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാജിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത പടമാണ് നേരം പുലരുമ്പോൾ സമയത്താണ് ഷാജി ഞാനായിട്ട് വളരെ അറ്റാച്ച്ഡ് ആവുന്നത്. പിന്നീട് ഷാജി അപ്പോഴേ എന്നോട് പറയും നമുക്ക് പടം ചെയ്യണം എന്നൊക്കെ പറയും. ഭയങ്കര സൗഹൃദമായിരുന്നു, വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഷാജിയായിട്ട് എനിക്ക്. അത് ചില വ്യക്തികളായിട്ട് അങ്ങനെ സംഭവിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. അവരുടെ നന്മയാണ് വാസ്തവത്തിൽ. അവരുടെ നന്മ നമ്മളിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു തുടിപ്പായിരിക്കും അത് കിട്ടുന്നത്, അടുപ്പമായി മാറുന്നത്. അപ്പോൾ എനിക്കൊരു വർക്ക് കിട്ടിയപ്പോഴും 1 മുതൽ 0 വരെയൊക്കെ ഞാൻ കാണുന്നൊരു വിഷ്വൽ ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ ഷാജിയാണ് ആ സമയത്ത്. പിന്നെയുള്ളത് കുട്ടിച്ചാത്തൻ ചെയ്ത അശോക്ജിയാണ്. പിന്നെ ഹേമചന്ദ്രൻ കുറെ കഴിഞ്ഞു മദ്രാസിൽ നിന്ന് വിട്ടു. എനിക്ക് ഹേമചന്ദ്രൻ്റെ കോണ്ടാക്റ്റ് ഒക്കെ പോയി. അപ്പോഴേ ഞാൻ ഷാജിയോട് ചോദിച്ചു, ഷാജിക്ക് താല്പര്യം, ഷാജി വർക്ക് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഷാജി ആ പടത്തിൽ എൻ്റെ കൂടെ ആദ്യമായി, എനിക്ക് തോന്നുന്നു ഷാജി ഒരു ഡെബ്യൂ ഡയറക്ടർ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല. അതിന് മുമ്പ് ഷാജി ആദ്യത്തെ പടം ചെയ്യുന്ന സംവിധായകൻ്റെ കൂടെ ഉണ്ടാവാം. അതെ അത് കിട്ടിയിരുന്നു. പിന്നീട് ഷാജി ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ 1 മുതൽ 0 വരെ ഷൂട്ടിങ്ങിനിടയിലാണ് ഷാജി എന്നോട് പിറവിക്ക് തിരക്കഥ എഴുത്തരുമെന്ന് ചോദിക്കുന്നത്. പിറവി എന്ന് പറഞ്ഞ പടത്തിനെ പറ്റിയൊന്നും ഷാജി പറഞ്ഞില്ല. ഷാജി പറഞ്ഞു എനിക്കൊരു പടം എനിക്ക് NFDC ചെയ്ത് കൊടുക്കാനുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് രൂപ എഴുത്തരുമെന്ന് ചോദിച്ചു. ഞാൻ ഷാജിയോട് കഥ എന്താണെന്ന് പോലും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു എഴുത്തരുമോ. അങ്ങനെ 1 മുതൽ 0 വരെയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ നന്ദി സൂചകമായിട്ട് അല്ലെങ്കിൽ ഒരു ഞാൻ കൊടുത്ത ദക്ഷിണയാണ് ഷാജി കൊടുത്ത പിറവി എന്നുള്ള സ്ക്രിപ്റ്റ്. പിറവി എഴുതി കൊടുത്തു. പിറവി അത് വേറെ വിധത്തിൽ വന്നു. പിറവി കഴിഞ്ഞപ്പോൾ ഷാജിക്ക് സ്വം എഴുതി കൊടുത്തു. സ്വമ്മ് വന്നു. വാനപ്രസ്ഥതി കൊടുത്തു. വാനപ്രസ്ഥതി. അതെ, 3 തിരക്കഥ ഞാൻ ഷാജിക്ക് വേണ്ടി എഴുതി കൊടുത്തു. പിന്നീട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ വേറെ വർക്കുകളിലേക്കൊക്കെ പോയി. ഷാജി ഇപ്പോൾ ഇല്ല, ഷാജി പോയല്ലോ. വല്ലാത്തൊരു വിഷമ സങ്കടമുണ്ട് മനസ്സിൽ. സങ്കടമല്ല, ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഷാജിയെ കാണുന്ന അതെ ഷാജി പോയപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ട് കാണാനൊന്നും പറ്റിയിട്ടില്ല. ഒന്നാമത് എന്നെ ഞാൻ തന്നെ പോണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ ഒരു അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് അത് അവസാന സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് കുറേ മുൻപാണ് ഞാൻ കാണുന്നത്. പിന്നെ ഫോണിൽ സംസാരിക്കും. ഷാജിയുടെ ശബ്ദമൊക്കെ മാറി അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സംഭവിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന ശാരീരിക അവശതകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ ഭാഗ്യങ്ങളിലൊക്കെ ഓരോന്നാണ് അതൊക്കെ. പക്ഷെ പലരും ഇത് അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഷാജി ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ സ്വമ്മായാലും പിറവി ആയാലും ഇൻ്റർനാഷണലി സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമയാവുമ്പോൾ സ്വീകരിപ്പിച്ചതിൻ്റെ പിന്നിൽ രഘുനാഥ് പലേരിയാണെന്നൊക്കെ ഇതിൻ്റെ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറിയാവുന്നല്ലാതെ അത് നമ്മൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മളങ്ങ് ചിന്തിക്കണ്ട.
ഞാനിപ്പോൾ നമ്മൾ തമ്മിൽ ഒരു 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 കർമ്മം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അറിയില്ല അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് മൂന്നാമതൊരാൾ അറിയണം നിർബന്ധമൊന്നുമില്ലല്ലോ. നിർബന്ധമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞാൻ അതിനൊന്നും അത്രേ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്കും സ്നേഹത്തോടെയും അതിൻ്റെതായ വാത്സല്യത്തോടെയും നമ്മൾ ചെയ്യുക. അമ്മമാർ കുഞ്ഞിന് മുല കൊടുക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മുല കുടിച്ചിട്ടാണ് നീ വളർന്നതെന്നൊക്കെ ബാക്കിയോട് പറയേണ്ട വല്ല ആവശ്യം അമ്മയ്ക്ക് അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ അങ്ങനെ മാതൃത്വത്തിൽ കണ്ടാൽ മതി. ഒരു ജീവിതം അത്രയേ ഉള്ളൂ. ഈ പിറവിയുടെ കാര്യം പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരം എത്തിയതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് ഇത്. നമ്മളിപ്പോൾ രാജൻ കേസും ഓർക്കുന്നു, ഈശ്വര വാര്യരെ ഓർക്കുന്നു, അതിൽ അഭിനയിച്ച അപാര നടൻ പ്രേംജി, അതൊക്കെ ആയിട്ട് ഈ കൂട്ടിക്കെട്ടി തന്നെയാണ് ഈ 50ാം വർഷമൊക്കെ ആളുകൾ ഓർത്തത്. അതേക്കുറിച്ച് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ സിനിമ ആയില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഇല്ല, അങ്ങനെ നമ്മൾ എന്തിനാ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം. ഷാജി എൻ്റെ അടുത്ത് ആ കഥയെപ്പറ്റി പറഞ്ഞത് 2 വരിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ട്രോളി ഷോട്ട് എടുക്കുമ്പോഴാണ് ഷാജി എൻ്റെ പിറകുന്ന് ആ ട്രോളി ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുമല്ലോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഡയറക്ടറായ ഞാനത് ആ ഒന്ന് ട്രോളിയിൽ കാണും. ആ ഷോട്ടിൻ്റെ ബിഗിനിങ് പോർഷനും ലാസ്റ്റ് പോർഷനും നമ്മൾ കാണും, നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ ക്യാമറയിൽ ഇരുന്നിട്ട് ഞാനത് വാച്ച് ചെയ്യുമ്പോഴാണ് ഷാജി എൻ്റെ അടുത്ത് പിറകുന്ന ഇങ്ങനെ തോളിൽ കൈവച്ച് ഇങ്ങനെ ഒപ്പം നടന്നിട്ടാണ് പറയുന്നത്. എനിക്ക് മറക്കില്ല അതൊരിക്കലും. രഘു, ഞാൻ NFDCക്ക് ഒരു സ്ക്രിപ്റ്റ് പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതരുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് കണ്ണെടുക്കാണ്ടാണ് പറയുന്നത് അവനോട്, അദ്ദേഹത്തോട്. ഞാൻ അവനോട് എന്നാണ് പറയുന്നത്, ആ സ്നേഹത്തിൻ്റെ പോലെ അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ എഴുതരാം, അതിനെ പറ്റി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു അത് അദ്ദേഹത്തിന് എഴുതി കൊടുക്കണം. അപ്പോൾ പിന്നീട് ഷാജി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത്, ഞാൻ അതിന് ശേഷം 1 മുതൽ 0 വരെ ശേഷം ഞാൻ വേറൊരു പടം പ്ലാൻ ചെയ്തിരുന്നു, LV പ്രസാദിന് വേണ്ടിയിട്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു കൊടുക്കുമ്പോഴാണ് ഷാജിയുടെ ഫോൺ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ വീട്ടിലിരുന്നിട്ടാണ് അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുന്നത്. അത് തീരാറായപ്പോഴാണ് ഫോൺ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോ വന്നിട്ടാണ് ഷാജി ഇദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു ഷാജി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഷാജി പറയുന്നത് മാർച്ചിൽ തുടങ്ങണം, രഘു ഒന്ന് വരുമോ, നമുക്കൊന്ന് ഇരിക്കാം എഴുതാത്തിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഷാജിയുടെ പടത്തിൻ്റെ വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഷാജി അവിടെ ഗസ്റ്റ് ഹൗസിലിരുന്നു, ഞാനിരുന്നു. ഷാജി വന്നു. ഷാജി എനിക്ക് കഥ പറഞ്ഞു തരാണ്. ഒരച്ഛൻ്റെ എന്നോട് ആദ്യം എനിക്കറിയാം അത്. ഷാജി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, രാജൻ കേസല്ലേ എന്ന് ചോദിച്ചു. ഷാജി പറഞ്ഞു അതെ, പക്ഷേ അത് ഇത്രയേ ഉള്ളൂ സംഭവം. മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, തിരിച്ചെത്തിയിട്ടില്ല, അച്ഛൻ കാത്തിരിക്കുന്നു, അച്ഛനറിയില്ല, അച്ഛൻ അന്വേഷിച്ചു പോകുന്നു. ഇതാണ് കഥ. അത് രാജൻ കേസാണെന്ന് നമുക്കറിയാം, കാരണം ഈശ്വരവാര്യരായിട്ട് നമുക്കറിയാം. പക്ഷെ അതിൽ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നുമില്ല, സൂചനകളും ഇല്ല, ഒന്നും ആവശ്യം. നമ്മൾ എന്താണോ പറയുന്നത് അത് ഉദ്ദേശിക്കുന്നതിൻ്റെ ഡയമെൻഷൻ അത് കാണുന്ന ആൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈശ്വരവാര്യർ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ബന്ധങ്ങൾ എന്തുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഷാജി അത് കാണുന്ന ചില ബിംബങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയൊക്കെയാണ്, മഴയും കാര്യങ്ങളും. അതെ. അപ്പം ഞാനത് ഇത്ര ചിന്തിച്ചുള്ളൂ. എന്നെ കാണാണ്ടായി, എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, എന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല, എൻ്റെ അച്ഛൻ അന്വേഷണം നടക്കുന്നു, എനിക്കൊരു ഏടത്തിയുണ്ട്, മനസ്സിലായില്ലേ, ഒരമ്മയുണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഞാനത് എന്നെയാണ് പേഴ്സോണിഫൈ ചെയ്തത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായി. മനസ്സിലായില്ലേ? രാജൻ്റെ ലൈഫൊന്നും അതിൽ ഉണ്ടോ എനിക്കറിയില്ല. അതിൽ ഏതെങ്കിലും സീക്വൻസ് രാജൻ അനുഭവിച്ചോളൂ എനിക്കറിയില്ല. അതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ചിന്തിക്കാം. അപ്പം പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളുടെ സംവിധായകൻ്റെ ഉള്ളിൽ ഈ സംഭവത്തിൻ്റെ കോറുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ അദ്ദേഹത്തിൻ്റെ ഷോട്ടിലൊക്കെ അത് വന്നിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് പറയേണ്ട പോലെ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു, എല്ലാം എഴുതി കൊടുത്തു.
അതിലെ പല സംഗതികളും അദ്ദേഹം മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് വളരെ ഇടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അത് രാജൻ കേസായിട്ടൊന്നും എടുത്തിട്ടേ ഇല്ല. പക്ഷേ അതങ്ങനെ വന്നു. അത് യൂറോപ്പിലൊക്കെ നന്നായിട്ട് ഓടിയ പടമാണ്. അവരറിയില്ല, പക്ഷെ അവർ കാണുന്നത് മുഴുവൻ മിസ്സിംഗ് പേഴ്സൺസ് ഇഷ്ടം പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇല്ലേ. അതിൽ അവര് സെക്കൻഡ് വേൾഡ് വാർ കാലത്തൊക്കെ നഷ്ടപ്പെട്ടു പോയ ഇപ്പോഴും അതൊരു ഇന്റർനാഷണൽ സബ്ജക്റ്റാണ്. എപ്പോഴും ഇങ്ങനത്തെ സബ്ജക്റ്റുകൾക്ക് അങ്ങനെ ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ കോഴിക്കോടേക്കും എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷെ ഒരു കാര്യം പറയണ്ട്, ഇപ്പം നമ്മൾ എത്തുകയാണെങ്കിലും ആ സിനിമ റിലീസായപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അധികം ആൾ കണ്ടിട്ടുണ്ടെന്ന്. കേരളത്തിൽ അത് ഒരു 4 ദിവസം പോലും തിയേറ്ററിൽ പോയിട്ടില്ല. അത് റിലീസ് ചെയ്തിരിക്കുന്നത് നവോദയാണ്. എനിക്ക് ഉറപ്പുണ്ട് 4 തിയേറ്ററിലാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രിന്റ് കാശ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ആസ്വാദന അവസ്ഥയാണ്. ഒരു മലയാള സിനിമയ്ക്ക് ഒരു അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് അന്നത്തെ ആൾക്കാർ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യവസന്തമാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ചൊക്കെ ആരും സംസാരിക്കാൻ എനിക്ക് ചിരിയ വരെ ഉള്ളിൽ. കാരണം ഇത് ഒരു പ്രെജുഡീസ്, ഒരു ഹിപ്പോക്രസി അല്ലേ വാസ്തവത്തിൽ, അല്ലേ? അന്നത്തെ തലമുറയിലെ അന്നത്തെ ആൾക്കാരിൽ ഭൂരിഭാഗം പേര് ആ പടം കണ്ടിട്ടില്ല. എന്ത് തന്നെ പറഞ്ഞാലും, എത്ര അതിന് രാഷ്ട്രീയ ഇത് കൊടുത്തു കഴിഞ്ഞാലും അതില്ല, കണ്ടിട്ടില്ല. അതിന് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കണ്ടത് ജപ്പാനിലെ ആൾക്കാരാണ്. ജപ്പാനിൽ നിന്ന് 4 ആഴ്ച തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. 4 ആഴ്ചയോളം ക്യൂ നിന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. യൂറോപ്പിൽ അത് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ അന്നത്തെ NFDC അത് നല്ല പ്രോഫിറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് എൻ്റെ ഓർമ്മയിൽ ആ പടത്തിൻ്റെ ചിലവ് എന്ന് പറയുന്നത് അന്നത്തെ ഇത് എനിക്ക് ഷാജിയായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയത് ഒരു മിനിമം പൈസയേ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിനേക്കാളൊക്കെ എത്രയോ NFDCക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആയ പടമാണ്. സക്സസ് ആയ ഒരു വലിയൊരു അന്നത്തെ ഒരു ആർട്ട് ഫിലിം എന്നൊക്കെ പറയുന്ന കാറ്റഗറി. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നത് മലയാളികൾ എന്തുകൊണ്ട് അത് കണ്ടിട്ടില്ല ആരും. തിയേറ്ററിലൊന്നും ആരും ഉണ്ടായിട്ടില്ല. പറയുന്നവർ പോലും പലതും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ അന്നത്തെ ഈ രാജൻ കേസ് സംഭവത്തൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പറയുന്ന ആൾക്കാർ പോലും അത് കണ്ടപ്പോൾ നമ്മുടെ രാഷ്ട്രീയം പോട്ടെ മനുഷ്യത്വപരമായ അവസ്ഥ എന്താ വാസ്തവത്തിൽ? ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഒന്നും കാര്യമില്ല. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഷാജി സാറ് മരിച്ച സമയത്ത് പത്രങ്ങളിലൊക്കെ വന്നത് പിറവിയിലെ സ്റ്റിൽസാണ്. ഈ KR വിനയനെടുത്ത ആ സ്റ്റിൽസും അത് ഒക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു ഫീൽ. എൻ്റെ അറിവിൽ ഞാൻ തുറന്നു പറയാം, പിറവി എന്നുള്ള സിനിമ ഒന്നും ആരും അന്ന് കണ്ടിട്ടില്ല. നമ്മൾ കാണാതിരിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഭയങ്കര വാചാലാവും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇപ്പോൾ സത്യസന്ധത ഇല്ലായ്മയാണ് അല്ലേ? സത്യത്തിൽ അങ്ങനെയല്ലേ? ഇപ്പോൾ നല്ലൊരു സിനിമ, ഇറാനിയൻ സിനിമയൊക്കെ അവിടെയൊക്കെ ആൾക്കാർ കാണുന്നില്ലേ? അല്ലെങ്കിൽ പോട്ടെ കൊറിയൻ സിനിമകൾ കാണുന്നില്ല, ആൾക്കാർ കാണുന്നില്ല. ഈ 3 സിനിമകൾ ഇപ്പോൾ പിറവി, സ്വം, വാനപ്രസ്ഥം, അതിൻ്റെ നേരെ അപ്പുറത്തെയാണ് ഞാൻ പറയുന്ന 3 സിനിമകൾ. പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽ കാവടി, മേലപ്പറമ്പിലാണ് വീട് എന്നുള്ളത്. ഈ രഘുനാഥ് പലേരിയാണോ ആ രഘുനാഥ് പലേരിയാണോ ഈ രഘുനാഥ് പലേരി എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിഫറൻറ്റ് റൈറ്റിംഗ് സ്കിൽസാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചോദ്യം. അത് എനിക്ക് പറഞ്ഞൂടാ, അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. നർമ്മം ഈ സീരിയസിനേക്കാൾ പെയിൻഫുള്ളാണ്. അതെ. പിന്നെ അതിൻ്റെ ഒരു വേദന മറക്കാനും പറ്റുന്നത് ഈ നർമ്മത്തിലൂടെയാണ്. ചാപ്ലിൻ്റെ ഒക്കെ കഥയിൽ. അതെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിതത്തിനെ കാണുന്നത്. എനിക്ക് വേദനിക്കുന്നതും വേദനിപ്പിക്കുന്നതും അത്ര ഇഷ്ടമുള്ള കാര്യമാണ്.